അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മഴ തോർന്നുവെങ്കിലും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള പാതയിൽ കാറ്റിന് വല്ലാത്തൊരു നൊമ്പരമായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് ബുഷി തേങ്ങിക്കരയുകയായിരുന്നു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ ആഴത്തിൽ തറഞ്ഞു നിൽക്കുന്ന ഒരു വേദന. അതാണ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ അതിനു വേണ്ടി പൊരുതുന്ന തൻ്റെ പ്രിയപ്പെട്ട പ്രാണേശ്വരൻ. റബ്ബേ, അവളുടെ പ്രിയപ്പെട്ട അൻഷിഫ്. ബുഷി, കരയല്ലേ പെണ്ണെ. നീ തളർന്നാൽ അൻഷിഫിനെ ആരാണ് നോക്കുക? നീ അവന് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത്? നമുക്ക് എങ്ങനെയെങ്കിലും പണമൊക്കെ കണ്ടെത്താം. അതെ, അവൻ്റെ ചികിത്സക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ഒന്നും പ്രശ്നമല്ല. അജ്മൽ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ വാക്കുകൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജീവിതം തകർന്നു വീണ നിമിഷങ്ങളിലേക്ക് ബുഷിയുടെ മനസ്സ് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. അൻഷിഫും ബുഷിയും തമ്മിലുള്ള വിവാഹവും ജീവിതവും, സത്യം പറഞ്ഞാൽ അത് വലിയൊരു സങ്കടകരമായ അവസ്ഥയിലെത്തുന്നവർ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. കൂട്ടുകാരൻ, അതെ, സ്വന്തമെന്ന് കരുതിയ കൂട്ടുകാരൻ ചതിക്കുമെന്നും വിചാരിച്ചില്ല. ഒരിക്കൽ പോലും മക്കളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കഴിവുകെട്ടവനെന്ന് വിശേഷിപ്പിച്ച ആ ഡോക്ടർ, അതെ, അങ്ങനെയാണ് അൻഷിഫിനെ വിശേഷിപ്പിച്ചത്. അവൻ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എല്ലാം ഇപ്പോഴാണുങ്ങൾക്ക് മനസ്സിലായത്. കാരണം ആദ്യം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ഡോക്ടർ സിനാൻ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പലർക്കും ഒരു തരം മടുപ്പ് തോന്നിയിരിക്കുന്നു. എന്നാൽ അതാ ഇപ്പോൾ എയർപോർട്ടിൽ എത്താനായി തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടുക്കുന്തോറും ബുഷിയുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി കൂടി വരികയായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ അജ്മലിനോട് ചേർന്നിരുന്ന് അവൾ തേങ്ങിക്കരയുകയായിരുന്നു. മുൻസീറ്റിൽ നിശബ്ദനായി വണ്ടി ഓടിച്ചിരുന്ന ടാക്സി ഡ്രൈവറും ആ വല്ലാത്ത മൂകത വല്ലാതെ അറിഞ്ഞിരുന്നു. അതാ കരിപ്പൂർ എയർപോർട്ടിൽ മനോഹരമായ പ്രവേശന കവാടങ്ങളും കെട്ടിടങ്ങളും അതാ കാഴ്ചയിലേക്ക് തെളിഞ്ഞു വരുന്നു. കാറ് എയർപോർട്ട് ഡിപ്പാർച്ചർ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. പെട്ടെന്ന് ബുഷി പറഞ്ഞ് പുറത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു, ഇക്ക, തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫ് ക, ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പൊരുതുന്ന എൻ്റെ ഇക്കയെ അവിടെ തനിച്ചാക്കിയാണല്ലോ ഞാൻ ഈ പടിയിറങ്ങുന്നത്. ആലോചിച്ചപ്പോൾ അവളുടെ തൊണ്ടയിടറി. കണ്ണീർ വീണ്ടും കവളിലൂടെ ഒഴുകിയിറങ്ങി. ടാക്സി ഡ്രൈവർ വളരെ സ്പീഡിൽ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി. അവരുടെ ലഗേജുകൾ ഓരോന്നായി പുറത്തിറക്കി വെച്ചു. അജ്മൽ ലഗേജുകൾ എടുത്തു. ബുഷിയുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി വിമാനത്താവളത്തിൻ്റെ വലിയ ഗേറ്റിലേക്ക് നടന്നു. ഉള്ളിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് ബുഷി ഒരിക്കൽ കൂടി കണ്ണീരോടെ പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ ആ നിൽപ്പ് കണ്ട് അജ്മലിൻ്റെയും ഉള്ളുലഞ്ഞു. റബ്ബേ, എൻ്റെ പെങ്ങള്, പഠിച്ചോനെ. അതെ, ഓൾക്ക് പെരുത്ത് ഇഷ്ടമായിരുന്നു. പക്ഷെ കള്ളു സിനാൻ എല്ലാം നശിപ്പിച്ചു, എൻ്റെ പെണ്ണുങ്ങളുടെ ജീവിതം ഒക്കെ. എന്നിട്ട് എൻ്റെ പെങ്ങളെ കെട്ടാൻ വേണ്ടി നടക്കുകയാണ്. എന്താന്നില്ലേ? അജ്മലിൻ്റെ മനസ്സിൽ അപ്പോഴും സിനാനോടുള്ള ദേഷ്യമായിരുന്നു. അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ബുഷി, ഇനി എൻ്റെ പൊന്നുമോൾ തിരിഞ്ഞു നോക്കരുത്. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? അവിടെ ആരും ഉള്ളത്? ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ട്. അവിടെ എയർപോർട്ടിൽ ഇവിടെ നമ്മളൊക്കെ തന്നെയല്ലേ, വേറെ ആരും ഇല്ലല്ലോ. നീ എന്തിനങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? കരയാതെ മോളെ, നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ സെറ്റാക്കി ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ വരേണ്ടവരല്ലേ. ഇക്ക, എൻ്റെ ഇക്കയെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിതുമ്പിക്കൊണ്ട് അവൾ ആ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലെ സുരക്ഷാ ബെൽറ്റിലേക്ക് കാലെടുത്ത് വെച്ചു. അവൾ അജ്മലിനൊപ്പം എയർപോർട്ടിൻ്റെ വലിയ ഗ്ലാസ് വാതിലുകൾ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. വിദേശത്തേക്ക് പറക്കുവാനുള്ള ആദ്യ കടമ്പകൾ ഓരോന്നായി ആരംഭിക്കുകയാണ്. ബുഷിയുടെ മനസ്സും ശരീരവും ഒന്നും അവിടെയല്ലായിരുന്നു. അതെ, ആ ഹോസ്പിറ്റലിലെ ആ ബെഡിനടുത്തായിരുന്നു അവളുടെ മനസ്സ്. എന്നാൽ പരമാവധി നമ്മുടെ അജ്മൽ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുവാനും ശ്രമിക്കുന്നുണ്ട്. കവാടത്തിൽ വെച്ച് തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവരുടെ പാസ്പോർട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും പരിശോധിച്ചു. കണ്ണീരണിഞ്ഞ മുഖവുമായി നിന്ന ബുഷിയോട് സെക്യൂരിറ്റി ഓഫീസർ സാന്ത്വനത്തിൻ്റെ ഒരു ചെറിയ നോട്ടം നൽകി ഉള്ളിലേക്ക്
കടത്തിവിട്ടു. അവർ നേരെ എയർലൈൻസിൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് നീങ്ങി. അവിടെ ബാഗുകൾ വെക്കാനുള്ള ട്രാക്കിൽ ലഗേജുകൾ വെച്ച് ഭാരം പരിശോധിച്ചു. ബുഷിയുടെയും അജ്മലിൻ്റെയും പാസ്പോർട്ടുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത ശേഷം ഉദ്യോഗസ്ഥർ അവർക്ക് ബോർഡിംഗ് പാസ് നൽകി. അടുത്തതായി വിദേശയാത്രയ്ക്കുള്ള എമിഗ്രേഷൻ കൗണ്ടറിലേക്കാണ് അവർ പോയത്. അവിടെ ഉദ്യോഗസ്ഥർ ബുഷിയുടെയും അജ്മലിൻ്റെയും വിസയും പാസ്പോർട്ടും സൂക്ഷ്മമായി പരിശോധിച്ചു. പാസ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്യുകയാണ് അവർ. ശരീര പരിശോധനയിൽ ബോഡി പാസിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയായി ലഭിച്ചു. സുരക്ഷാ പരിശോധന നടക്കുന്ന ഭാഗത്തേക്ക് അവർ പ്രവേശിച്ചു. ആദ്യം കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗുകളും ഹാൻഡ് ബാഗുകളും എക്സ്റേ സ്കാൻ ബെൽറ്റിലേക്ക് വെച്ചു. തുടർന്ന് മെറ്റൽ ഡിറ്റക്ടർ ഗേറ്റിന് മുന്നിലൂടെ ബോഡി പാസിംഗ് പരിശോധനയാണ്. ബുഷി അതാ ആ സമയത്തും തൻ്റെ പ്രിയപ്പെട്ട സാറിനെ കുറിച്ച്, അതായത് തൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ കുറിച്ചാണ് ആലോചിച്ചത്. ബുഷി മെറ്റൽ ഡിറ്റക്ടർ ഗേറ്റിനുള്ളിലൂടെ ബോഡി പാസിംഗ് പരിശോധനയിലാണ്. ബുഷി അതിനുള്ളിലൂടെ നടന്നു നീങ്ങി. അതിനുശേഷം വനിതാ ഉദ്യോഗസ്ഥരുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ കൈകൾ കൊണ്ട് തടവിയുള്ള മാനുവൽ ഫിക്സിംഗ് നടത്തി. വസ്ത്രങ്ങളിൽ യാതൊരുവിധ ലോഹങ്ങളോ നിരോധിത വസ്തുക്കളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ അവർ ശരീരമാസകലം സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെയുള്ള സ്കാനിംഗ് മെഷീന് മുന്നിൽ നിന്ന് ബുഷിയുടെ കണ്ണ് ഐ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവൾ കണ്ണുകൾ തുറന്ന് മെഷീനിലെ ലെൻസിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി കൃത്യമായി സ്കാൻ ചെയ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ കൈ ടെസ്റ്റ്, ബയോമെട്രിക് ഫിംഗർ സ്കാൻ ആയിരുന്നു. സ്കാനിംഗ് പാഡിൽ തൻ്റെ വിരലുകൾ ഓരോന്നായി അവൾ അമർത്തി. 10 വിരലുകളുടെയും അടയാളങ്ങൾ സിസ്റ്റം കൃത്യമായി റീഡ് ചെയ്തു. എല്ലാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കിയതോടെ ബുഷിയും അജ്മലും സുരക്ഷിതരായി എയർപോർട്ടിൻ്റെ ബോർഡിംഗ് ലോഞ്ചിലേക്ക് പ്രവേശിച്ചു. വിമാനത്തിലേക്ക് കയറാൻ വിളിക്കുന്ന അനൗൺസ്മെൻ്റ് കാത്തിരിക്കുമ്പോൾ ബുഷിയുടെ മനസ്സിൽ മുഴുവൻ കോമാ സ്റ്റേജിൽ കിടക്കുന്ന തൻ്റെ അൻഷിഫിൻ്റെ മുഖമായിരുന്നു. ഈ പരിശോധനകളെല്ലാം താണ്ടി താൻ വിദേശത്തേക്ക് പറക്കുന്നത്, അത് എൻ്റെ അൻഷിഫ്ക പൂർണ്ണതയിലേക്ക് തിരിച്ചു വരണം. എൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ അൻഷിഫ്കയെ പരിപാലിക്കും. അതായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഫ്ലൈറ്റിൽ കയറുവാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളെ അവൾ കാണുന്നു. അതെ, പലരും മുഖത്ത് സന്തോഷമുണ്ട് പലർക്കും. എന്നാൽ പലരും ഫാമിലിയുമായിട്ടാണ് പോകുന്നത്. എന്നാൽ മറ്റു ചിലർ വിഷാദമായ മുഖഭാവത്തോടു കൂടി ഒറ്റയ്ക്ക്. എന്നാൽ ചില സ്ത്രീകളും അറബി വീടുകളിലേക്ക് ഗദ്ദാമയായി പോകുന്ന ചില സ്ത്രീകൾ, അവരെല്ലാവരും മൊത്തത്തിൽ എന്താ പറയുക, ശരിക്കും അവളെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. എന്തൊക്കെ തന്നെയാലും എൻ്റെ അത്ര വേദനയും വിഷമവും ആർക്കും ഉണ്ടാവില്ല എന്നതാണ് അവൾ വിശ്വസിക്കുന്നത്. എന്നാൽ അവൾ ഇപ്പോൾ പുറത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ല. ആ ഗ്ലാസ്സിനുള്ളിലൂടെ നോക്കിയപ്പോൾ അവിടെ അതാ വിമാനം ഇറങ്ങി വന്നതും സ്റ്റാർട്ടാക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. പക്ഷേ പച്ചപ്പ് നിറഞ്ഞ തൻ്റെ നാട്, അതെ ആ നാട്ടിലെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഒരു പക്ഷേ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ എത്രമാത്രം സന്തോഷമായിരിക്കും. അവൾ ആ നിമിഷം ഒന്ന് വിചാരിച്ചു, പഠിച്ചോനെ, അതെ ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ സമ്പത്ത് കൊണ്ട്, അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം എനിക്ക് മാറ്റണം. എനിക്ക് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നാലും വേണ്ടില്ല റബ്ബേ. എൻ്റെ ഭർത്താവ് ബുഷിക്ക് എപ്പോഴും അവളുടെ മാനസിക നില തെറ്റുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോഴെല്ലാം അജ്മൽ പറയും, എന്താ ബുഷി, നീ ഒന്ന് സ്മാർട്ടായി ശരിക്കും നിൽക്കേ, നീ എന്താ ഇങ്ങനെ മോളെ, നീ എന്താ, നിനക്കെന്താ പറ്റിയത്, നമ്മളവിടെ പോയാൽ എല്ലാം ഓക്കെ ആവും. പിന്നെ അറബി ഉമ്മ ഉണ്ടല്ലോ, അറബി ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം. അറബി ഉമ്മ എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് അവർ. മോൾ അറബി ഉമ്മയുടെ അരികിലേക്ക് ഞാൻ ആക്കിത്തരും. എന്നിട്ട് അറബി ഉമ്മയുടെ കോളേജിൽ നിനക്കിഷ്ടമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള പഠനം പഠിക്കാം. എന്താ മോളെ, അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള രീതിയിൽ അവിടെ ജോലി ചെയ്യാം. എന്നാൽ ഒരു നിമിഷം അവൾ പറഞ്ഞു, അതെ എനിക്ക് പഠിക്കണം, അതിൻ്റെ കൂടെ ജോലിയും ചെയ്യണം. മോളെന്തീ പറയുന്നത്? അത് ഇക്ക, GNM അല്ല ഞാൻ പഠിച്ചത്. ഞാൻ 1.5 വർഷത്തെ പോസ്റ്റ് BSc കൂടി എടുത്ത് BSc നഴ്സായി തീരും. സത്യം, ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. മോളെ, നിനക്ക് അറബിയമ്മയുടെ ഹോസ്പിറ്റലിൽ എന്തായാലും ജോലി സെറ്റാക്കി തരാം കേട്ടോ. അവിടെ കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളും ഉണ്ടാവും ചെയ്യും, മനസ്സിലായല്ലോ.
അവളതെല്ലാം ഒരു യന്ത്രത്തെ പോലെ കേൾക്കുകയാണ്. അവൾക്ക് ജവാബും കബൂലും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അവളുടെ മനസ്സിൽ അത് ഐസിയുവിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണേ അള്ളാഹുവേ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവളതാ എയർപോർട്ടിൽ നിന്ന് വിമാനങ്ങൾ വരുന്നതും പോകുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ബുഷി കണ്ടില്ലേ, നമ്മളെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് തുടങ്ങി. എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അതെ, ഇതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു യാത്രയായിരുന്നു അത്. ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉപേക്ഷിച്ച്. റബ്ബേ, ഇനി കാണാൻ പറ്റൂലെങ്കിലോ? ഞാൻ എന്താ റബ്ബേ ചെയ്യുക? എനിക്കിനി കാണാൻ പറ്റൂലെങ്കിൽ ഞാൻ എൻ്റെ... പെട്ടെന്ന് അജ്മൽ, ബുഷി എണീക്ക് പെണ്ണേ, വാ ഫ്ലൈറ്റിലേക്ക് കയറാം. എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇക്ക, എനിക്ക് എന്തൊക്കെയോ... എന്താ മോളെ, സാരില്ല, നീ ടെൻഷൻ അടിച്ചിട്ടാണ്. നീ ഇങ്ങനെ ടെൻഷൻ ആല്ല പെണ്ണേ. അതെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ. അല്ലാതെ തൽക്കാലം ആരെങ്കിലും കാണുമ്പോഴേ അവരെ അപ്പനെന്ന് വിളിക്കുന്ന നമ്മുടെ സ്വഭാവമുള്ളവരല്ല. അതെ, അറബി ഉമ്മ, പിന്നെ ഹംദ, പിന്നെ നമ്മുടെ നൂർ ഫാത്തിമ, നമ്മുടെ മുഹ്സിന, അങ്ങനെ എത്രയെത്ര ആളുകളുണ്ട്. അതെ, അവരെല്ലാവരും അവിടെ താമസിക്കുകയാണ്. എൻ്റെ ബുഷിയെ കണ്ടാൽ അവർ തീർച്ചയായും സന്തോഷത്തോടെ വരവേൽക്കും. പെട്ടെന്ന് അതാ ബുഷി പറഞ്ഞു, ഇക്ക ആരുണ്ടായാലും അൻഷിഫ്ക ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ അജ്മലിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വിഷമിച്ചു, വല്ലാതെ അങ്ങ് തളർന്നു പോയി. മോളെ നീ... അതെ, അവന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങല്ലേ. നമ്മുടെ ഷിഫയും അതുപോലെ തന്നെ നമ്മുടെ റയാനൊക്കെ ഉഷാർ ഡോക്ടർമാരാണ്. അവരൊക്കെ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിനുള്ള മെഡിസിൻസൊക്കെ സെറ്റാക്കി കൊടുക്കും. നീ വിഷമിക്കല്ലേ പൊന്നെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ, വാ. അങ്ങനെ ഏതാ അജ്മൽ അവളുടെ കൈ പിടിക്കുന്നു. ലഗേജുകളെല്ലാം നേരത്തെ പോയത് കൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ആ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മനമില്ല മനസ്സോടു കൂടെ അതാ ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അജ്മൽ അവളെ ചേർത്ത് പിടിച്ചു. ഇക്കാൻ്റെ കുട്ടി വിഷമിക്കല്ലേ കേട്ടോ, എൻ്റെ കുട്ടിക്ക് ഞാനില്ലേ, അൻഷിഫിനൊന്നും സംഭവിക്കൂല മുത്തേ, വാ നമുക്കൊന്ന് പോയിട്ടൊക്കെ വരാം, അപ്പോഴൊക്കെ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. അല്ലാതെ അപ്പോൾ ഇവിടെ അന്ന നിർത്തിയ കാര്യമില്ലല്ലോ. പിന്നെ പൊന്നെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സിനാന് അവന് പറഞ്ഞ ആൾബലുള്ള ആൾ കൂടിയാണ്. നമ്മൾ ഈ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പലതും കൊടുത്ത് അവനെ ഒതുക്കും കേസ്. അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് അവനൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ അന്ന് ഇക്കാൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം എനിക്ക് കിട്ടിയില്ലേ, അതുപോലെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ കിട്ടണ്ടേ അതിന്? ആയിക്കോട്ടെ, പലനാൾ കള്ളൽ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ തീർച്ചയായും ഇൻഷാ അള്ളാ പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനെ കയ്യിൽ കിട്ടണം. അത് മാത്രമല്ല, അവന് എന്തായാലും പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉമ്മാക്ക് മാത്രം മനസ്സിലായിട്ടില്ല. നമ്മുടെ ഉമ്മാക്ക് അവൻ ജീവനാണ്, അവൻ തേനാണ്, പാലാണ്. എന്തിന് സ്വന്തം പ്രസവിച്ച മകനെ പോലും തള്ളി പറഞ്ഞു, മക്കളെ പോലും തള്ളി പറഞ്ഞിട്ടാണ് അവനെയും കൂട്ടുപിടിച്ച് ഉമ്മ നിൽക്കുന്നത്. ഉമ്മാക്ക് എന്തിൻ്റെ കേടാണ്? അജ്മൽ ഓരോന്ന് ആലോചിച്ചു. അങ്ങനെ അതാ ബുഷിയും അജ്മലും ഫ്ലൈറ്റിലേക്ക് കയറി. എന്നാൽ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ അജ്മൽ അവൾക്ക് വേണ്ടി വിൻഡോ സീറ്റ് കൊടുത്തു. മോളിരിക്കെ. ഇക്ക എവിടെ ആയാലും എന്താ? അല്ല, മോളിരിക്കെ. പിന്നെ ആകാശം കാഴ്ചകൾ, മനോഹരമായ ഒരുപാട് കാഴ്ചകൾ, അതെല്ലാം കാണാം. അതിൽ നിൻ്റെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതായി പോകണം. എന്നാൽ ബുഷിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇക്ക വേണ്ട, എൻ്റെ ജീവൻ്റെ തുടിപ്പാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. അതെ, അൻഷിഫ്ക ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോവാന്ന് പറയുമ്പോൾ, മോളെ അതിനേക്കാളും നല്ലത് അവിടെ തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ നിനക്ക് ആകപ്പാട് ടെൻഷനാവും. പിന്നെ ആ സിനാനെ അവന് ഞാൻ കൊടുക്കും, നോക്കിക്കോ. പക്ഷെ ആ സിനാനെ അവൻ ചില്ലറക്കാരനല്ല. അങ്ങനെ ഏതാ അവർ ഫ്ലൈറ്റിൽ ഇരുന്നു. അവൾ വിൻഡോ സീറ്റിന് തൊട്ടടുത്തായിട്ടിരുന്നു. ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ആ ഫ്ലൈറ്റിൽ ഒരുപാട് ആളുകൾ, സങ്കടത്തോടു കൂടി നാട്ടിലേക്ക് വന്ന ആളുകൾ, ദുഃഖത്തോടെ പോകാൻ നിൽക്കുന്ന ആളുകൾ എല്ലാം ഉണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫ്, ഇക്ക ഞാൻ പോട്ടെ കേട്ടോ, ഞാൻ പോട്ടെ. അതെ, ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുവാൻ വേണ്ടിയിട്ട്.
ബുഷി ഒരിക്കൽ കൂടി വിൻഡോയിലേക്ക് നോക്കി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങാനും അവിടെയുണ്ടോ എന്നുള്ള രീതിയിൽ അജ്മൽ അവളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഏതാ പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു ഫ്ലൈറ്റിൽ നിന്ന്. ബുഷി വിതുമ്പിക്കരഞ്ഞു. അജ്മൽ അവളെ ചേർത്ത് പിടിച്ചു. അതേതാനും നിമിഷങ്ങൾക്കകം ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫിനെ ഉപേക്ഷിച്ച്. അല്ലാ റബ്ബേ, എനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ അല്ലാ. വീണ്ടും അതാ അനൗൺസ്മെൻറ്റ് വരുന്നു. ഒരു നിമിഷം അതാ അവൾ ദൂരേക്ക് നോക്കി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരിക്കൽ കൂടി കണ്ടിരുന്നെങ്കിലെന്ന് ആ കണ്ണുകൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. ആ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ അല്ലാ. അങ്ങനെ അതാ നമ്മുടെ ബുഷിയും അജ്മലും പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുവാൻ വേണ്ടി പോവുകയാണ്. ഒരു നിമിഷം അതാ അജ്മൽ ദുആ ചെയ്തു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ ആ ആയത്തുകൾ ചൊല്ലി. പഠിച്ചോനെ അല്ലാ, നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അതെ, തൻ്റെ പ്രിയപ്പെട്ടവൻ നിൽക്കുന്ന മണ്ണിൽ നിന്ന് ബുഷി പറന്നകലുകയാണ്. ഇനിയൊരിക്കലെങ്കിലും അവർക്ക് കാണാൻ കഴിയുമോ? അതോ അൻഷിഫ് എന്നേക്കുമായി അവൾക്ക് അത് ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇല്ല, എനിക്ക് അദ്ദേഹത്തെ വീണ്ടെടുക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ വിധി ഇതാണല്ലോ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കോമ സ്റ്റേജിൽ കഴിയുന്ന ഒരവസ്ഥ. പഠിച്ചോനെ അല്ലാ, എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്നാൽ അജ്മൽ അത് കാണുന്നു. ബുഷി, ഇനിയെങ്കിലും നീ ഒന്ന് കരച്ചിൽ മാറ്റ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഓക്കെ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാമൊത്തെ. ഇപ്പോൾ കരയല്ലേ. അജ്മൽ അവളെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് ഒരു എയറോസ്റ്റസ് അതാ അവളുടെ അരികിലേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥ. അവരോട് എന്ത് പറയണം? എന്നാൽ അവൾ കരയുന്നത് കണ്ട എയറോസ്റ്റസ് ചോദിക്കുന്നു, എന്തു പറ്റി? എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അജ്മൽ പറഞ്ഞു, അതൊന്നുമില്ല, നോ പ്രോബ്ലം. ഇത് സാറിൻ്റെ പെങ്ങളാണ്. ഓ ഓക്കെ. എന്താ കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. അവൾ അവരെ നോക്കി. അതെ, ഇവിടെയുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. പക്ഷേ കാണുമ്പോൾ അവർ കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെന്ന് തോന്നും. അവരുടെ ജീവിതം അതെ ആദ്യമേ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മനസ്സിൽ വല്ലാതെ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയ മുഖമാണ് എൻ്റെ ഭർത്താവിൻ്റേത്. അത് വിട്ട് ഒരിക്കലും ഒരു കളിക്കും ഞാൻ നിൽക്കില്ല. കാരണം അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. എനിക്ക് എല്ലാത്തിനും വേണ്ടപ്പെട്ടതാണ്. ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും. ഇല്ല റബ്ബേ, പഠിച്ചോനെ, ഈ വിമാനം ഉയർന്നു പൊങ്ങുവാൻ നിൽക്കണം റഹ്മാനെ. നിൻ്റെ കുതിരത്താണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഈ വിമാനം അങ്ങനെ ഉയർന്നു പൊങ്ങി പോകുന്ന ആ സമയത്ത് റബ്ബേ, നിൻ്റെ കാരുണ്യം കൊണ്ട് ആണല്ലോ റഹ്മാനെ നീ അത് നിർത്തുന്നത്. അതുപോലെ റഹ്മാനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ അൻഷിഫ് ഖാൻ്റെ അസുഖവും നീ ഷിഫിയാക്കിക്കൊണ്ട് റഹ്മാനെ. ആമീൻ. അതാ അവൾ ബുഷി പറക്കുവാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതെ, അവൾ കരുതി ആകാശലോകത്ത് വെച്ച് അല്ലെങ്കിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വെച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കുമായിരിക്കും. ബുഷിയുടെ മനസ്സിൽ അങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം അവരുടെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുകയാണ്. അത് നേരെ ചെന്നിറങ്ങുന്നത് ജിദ്ദ എയർപോർട്ടിലായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.